ഇപ്പത്തെ പിള്ളേരെ കൊണ്ട് ഫുഡ് കഴിപ്പിക്കാൻ ഭയങ്കര പാടാണെന്നേ. വീട്ടിൽ എത്ര വെറൈറ്റി ആയിട്ട് നമ്മൾ വെജിറ്റബിൾസ് ഉണ്ടാക്കി കൊടുത്താലും ഇവര് കഴിക്കില്ല. പക്ഷെ ഇതേ ഇവര് തന്നെ പുറത്ത് പോയി ഇതേ സാധനം കിട്ടിയാൽ നല്ല ആർത്തിയോടെ കഴിക്കുന്ന കാണാം. ഇത് മിക്ക പാരന്റ്സും പറയുന്നൊരു പ്രശ്നമായിരിക്കും. അത് മാത്രല്ല അവര് കഴിക്കാൻ വേണ്ടി അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എപ്പോഴും ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് ഇത്തിരി ചടങ്ങ് പിടിച്ച പരിപാടിയാണ്. ഈ പറഞ്ഞ പോലെ വെജിറ്റബിൾസിനോടുള്ള ഒരു ഇഷ്ടക്കുറവ് എന്റെ പിള്ളേർക്ക് നന്നായിട്ടുണ്ട്. പക്ഷെ അവര് ഞാൻ എന്തുണ്ടാക്കി കൊടുത്താലും കഴിച്ചോളും. പിന്നെ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ മാത്രം ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഈ വീട്ടിലില്ല. ഈ ഫുഡ് ഹാബിറ്റ്സ് എന്ന് പറയുന്നതൊക്കെ ചെറുപ്പം മുതലേ ട്രെയിൻ ചെയ്യിക്കേണ്ട കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്റെ പൊന്നോ, എത്ര പണി എടുത്തിട്ടാണെന്നറിയോ എന്റെ പിള്ളേരിലേക്ക് ഈ ശീലം ഞാൻ കൊണ്ടുവന്നത്. അങ്ങനെ നോക്കുമ്പോൾ ചോദിക്കും, നമ്മൾ ഭയങ്കര ദേഷ്യപ്പെട്ടിട്ടാണോ, നമ്മൾ ഫോഴ്സ്ഫുള്ളി ആണോ ചെയ്യുന്നതെന്ന്. അല്ല, അവര് പോലും അറിയാതെ ഈ ശീലം അവരിലേക്ക് നമ്മൾ കൊടുക്കുക ചെയ്യുന്നത്. സ്കൂളിൽ പോകുമ്പോൾ മസ്റ്റ് ആയിട്ടും ഒരു വീക്കില് അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഒരു 2 ദിവസം ഞാൻ കൊടുത്തുവിടും. ബാക്കി 3 ദിവസം അവർക്ക് ഇഷ്ടമല്ലാത്ത വെജിറ്റബിൾസ് ഞാൻ ഉണ്ടാക്കി കൊടുത്തുവിടും. ഈ ഒരു എഗ്രിമെന്റ് അവർ നേരത്തെ സൈൻ ചെയ്ത സാധനമാണ്. ഈ ശീലങ്ങളൊക്കെ ഞാൻ എങ്ങനെയാണ് പഠിപ്പിച്ചതെന്ന് ചോദിച്ചാൽ, ഓരോ ഫുഡ് അവരുടെ മുന്നിലേക്ക് വെച്ചു കൊടുക്കുമ്പോഴും നല്ല പ്ലസന്റ് ആയിട്ട് പ്രസന്റ് ചെയ്യാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അത് മാത്രമല്ല, നമ്മൾ ഓരോ വെജിറ്റബിൾസിന്റെയും ഗുണങ്ങൾ അവരോട് പ്രത്യേകം പറഞ്ഞു കൊടുക്കും. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത വെജിറ്റബിൾസ് ആണെന്ന് അറിയാം, എന്നാലും ഇത് കഴിച്ചു കഴിഞ്ഞാൽ കുഞ്ഞു വയറിലും കുഞ്ഞു ശരീരത്തിലും എന്തൊക്കെ മാറ്റങ്ങളൊക്കെ ഇങ്ങനെ വരുമെന്ന് ഒരു കഥ പോലെ പറയുമ്പം അവർ ആ കഥ കേട്ടോണ്ട് ആ ഫുഡ് കഴിക്കും. പിന്നെ ഇതിൽ വലിയ താല്പര്യമൊന്നുമില്ല. അത് കുഴഞ്ഞിരിക്കണമെങ്കിൽ ഒട്ടും ഇഷ്ടമല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, അത് അധികം കുഴയാത്ത രീതിയിൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ ചെയ്യുമ്പോൾ ആ ഫുഡിനെ അവര് കൂടുതൽ വെറുക്കാതിരിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അവരുടെ ഇഷ്ടങ്ങളെയും അവരുടെ ഇഷ്ടക്കേടുകളെയും നമ്മൾ മനസ്സിലാക്കുന്നു എന്ന് അവർക്ക് തോന്നണം. ഈ ഒരു പ്രോസസ്സ് ഗ്രാജുവലി വളർന്ന് വളർന്നാണ് അവരിലേക്ക് ഈ ശീലം ഞാൻ എത്തിച്ചത്. എന്തൊക്കെ ചെയ്താലും ഒന്ന് ജീവിച്ചു പോകാൻ പറ്റുമല്ലേ.